السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ മുഅ്മിനാത്തുകളെ, നാം പരിശുദ്ധ റമദാൻ മാസത്തിൽ ഓരോ ദിവസവും ഓരോ ഇൽമുകളും കേൾക്കുകയും പഠിക്കുകയും ചെയ്യും മനസ്സിലാക്കുകയും ചെയ്യുന്നവരാണ്. റമദാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പവിത്രതയും മനസ്സിലാക്കാത്ത ആരും ഉണ്ടാവുകയുമില്ല. എന്നാൽ അതൊക്കെ ഓർമ്മിപ്പിക്കലാണ് ഇതിലൂടെ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റമദാൻ മാസത്തിൽ ചില ആളുകൾ പള്ളിയിലോ അല്ലെങ്കിൽ വീടുകളിലോ ഉറങ്ങുന്നവരുണ്ടാവും, കടയിലൊക്കെ. അപ്പോൾ അതിനെ ശല്യം ചെയ്യുന്ന ആളുകളുമുണ്ട്. ഉറക്കം എന്നുള്ളത് ഇബാദത്ത് തന്നെയാണ്. നോമ്പുകാരൻ്റെ ഉറക്കത്തെ സംബന്ധിച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നോമ്പുകാരന് ഉറങ്ങുന്നത് തന്നെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ആ ഉറക്ക് തന്നെ വലിയ ആരാധനയുള്ള കാര്യം കൂടിയാണ്. മൻസമത്താൻ അജാക്കം നമ്മൾ പഠിച്ചതല്ലേ, ഉണ്ടാതിരുന്നാൽ തന്നെ രക്ഷപ്പെട്ടു പോയി. അപ്പോൾ നോമ്പുകാരന് കുറേ ദിക്റും ഖുർആനൊക്കെ ഓതിന് ശേഷം ഉറക്ക് വന്നാൽ അവിടെ ഉറങ്ങിയാൽ, അസ്സായിമു ഫീ ഇബാദത്തിൻ വഇൻ കാന നഈമൻ അലാ ഫിറാശിഹി, ആ ഉറങ്ങുന്നവൻ തൻ്റെ വിരിപ്പലാവട്ടെ എവിടെ ഉറങ്ങിയാലും ആ സമയത്ത് ഉറങ്ങുന്നതൊക്കെ അവൻ്റെ ഉറക്കെന്താണ്? ഇബാദത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമേ പഠിപ്പിച്ചത്. അപ്പോൾ ഉറക്ക് എന്നുള്ളത്, നോമ്പുകാരൻ ചിലപ്പോൾ ഉറക്ക് വരും, ഉറങ്ങുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, അതും ഇബാദത്താണ്. ഉറങ്ങാൻ ആറ്റുപള്ളി വരില്ല. നമ്മളൊക്കെ ഖുർആനും ദിക്റൊക്കെ ചൊല്ലി നിസ്കരിച്ച് അങ്ങനെ ഒരു ക്ഷീണം വരുമ്പോൾ അങ്ങോട്ടങ്ങ് മാങ്ങിപ്പോയി അങ്ങനെ ഉറങ്ങിപ്പോയാലോ ഒരു പ്രശ്നവുമില്ലാതെ ഇബാദത്ത് തന്നെയാണ്. അതിനൊക്കെ അല്ലാഹു കൂലി തരും. കാരണം ഉറങ്ങുമ്പോൾ നമ്മൾ ഒരാളെയും ഒന്നും പറയാനോ പിടിക്കാനോ പോകില്ല. നമ്മുടെ മനസ്സിലൂടെ ഒരു ചിന്തയും വരികയില്ല. അവൻ ഇങ്ങനെ ഉറങ്ങുകയാണ് നോമ്പ് നോക്കിയിട്ട്. അതുകൊണ്ട് നോമ്പെന്താണ്? അത് വലിയൊരു നോമ്പുകാരൻ്റെ ഉറങ്ങൽ ഇബാദത്ത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗമുസ്സായിമി ഇബാദത്തുൻ, നോമ്പുകാരൻ്റെ ഉറക്കം തന്നെ ആരാധനയാണ് എന്നും കാണാം ഹദീസിൽ. ഇരിക്കട്ടെ, അപ്പോൾ നോമ്പുകാരൻ്റെ ഉറക്കം എന്താണ്? ഇബാദത്താണ്. അപ്പോൾ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടെങ്കിൽ അവർ ശല്യപ്പെടുത്താൻ പാടില്ല. ഖുർആൻ ഓതുന്നവരുണ്ടാകും. പള്ളിയിൽ വന്ന് ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ അടുത്ത് ചിലപ്പോൾ ഉറങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ ശല്യം ചെയ്യാൻ വേണ്ടി നോക്കരുത്. കാരണം ആ ഉറക്ക് തന്നെ ഇബാദത്താണ്. അപ്പോൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ മെല്ലെ ഓതണം. കാരണം അവരെ ഒരിക്കലും ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ വീട്ടിലായാലും പള്ളിയിലായാലും അങ്ങാടിയിലായാലും എവിടെ ഉറങ്ങുന്നുണ്ടെങ്കിലും നോമ്പുകാരനെ ശല്യം ചെയ്യാൻ പാടില്ല. കാരണം അത് ഇബാദത്താണ്. ആ ഉറക്ക് തന്നെ ഇബാദത്താണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നോമ്പ് നോക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെല്ലാം പ്രതിഫലങ്ങളാണ്. നോമ്പിന് ഓരോ ദിക്റും എത്രയാണ് ഇരട്ടി കൂലി. ഒരു സലാത്തിന് എത്ര മടങ്ങാണ് കൂലി. ഒരു സുന്നസ്കാരത്തിന് ഫർളിൻ്റെ കൂലി. ഇങ്ങനെ നോക്കിയാൽ എത്ര പ്രതിഫലമാണ് ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ ചെയ്തു കൂട്ടേണ്ടത്. അങ്ങനെ ഈ 30 ദിവസം കൊണ്ട് നാം എല്ലാ സൽക്കർമ്മങ്ങളും ധാരാളമായി ചെയ്താൽ, നമ്മൾ റമദാന് ശേഷവും മുമ്പൊക്കെ ചെയ്യുന്ന ഒരുപാട് ദിക്റുകൾ നിത്യമായി ചെയ്യുന്ന ചില ആളുകളുണ്ടാവും, ദിക്റൊക്കെ ചെല്ലുന്ന ആളുകളുണ്ടാവും. ആ ദിക്റ് മുടങ്ങാണ്ട് ചെല്ലുകയും വേണം. ചില ആളുണ്ട് റമദാൻ എത്തുമ്പോൾ ചിലപ്പോൾ ഒരാൾ ഒരു ദിവസം എപ്പോഴും 100 സ്വലാത്ത് ചെല്ലുന്ന ആളുണ്ടാകും. അയാൾ പിന്നെ റമദാൻ എത്തുമ്പോൾ ആ 100 സ്വലാത്ത് സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം അന്ന് സമയം കിട്ടുന്നില്ല. ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. റമദാൻ മാസത്തിൽ റമദാൻ്റെ മുമ്പ് ഒരാൾ 100 സ്വലാത്ത് ചെല്ലുന്നുവെങ്കിൽ ആ 100 സ്വലാത്ത് റമദാനിൽ ചെല്ലുമ്പോൾ എത്ര കൂലിയാണ് കിട്ടുന്നത്, എത്ര പ്രതിഫലമാണ് അതിന് കിട്ടാൻ പോകുന്നത്. അതുപോലെ സുന്നസ്കാരം എപ്പോഴും 4 റക്അത്ത് സുന്നസ്കാരം ദുഹറിന് മുമ്പ് ശേഷമൊക്കെ നിസ്കരിക്കുന്ന ആളുകളും റമദാനിന് മുമ്പ് ഉണ്ടാവാം. അങ്ങനെയുള്ള ആളുകൾ റമദാൻ എത്തുമ്പോൾ എന്താക്കുന്നത്? 2 റക്അത്തായി സുന്നസ്കരിക്കുന്നത്. അങ്ങനെയല്ല ചെയ്യരുത്. അതിന് മുമ്പ് ചെയ്യുന്നതിനേക്കാളും അതേ 4 റക്അത്ത് തന്നെ ചെയ്യുമ്പോൾ എത്ര ഫർദിൻ്റെ കൂലിയാണ് നമുക്ക് കിട്ടുന്നത്. അതെല്ലാം നാം മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ കൂടിയിട്ടാണ് റമദാനിൽ നമ്മൾ എന്താക്കണം? നല്ല കഴുകി ശുദ്ധിയാക്കി. ഞാൻ പറഞ്ഞല്ലോ ഈ ടൂലൂടെ, റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ച് കളിയുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകളാകുന്ന നമ്മുടെ ദോഷങ്ങളൊക്കെയും കരിച്ച് കളിയാൻ വേണ്ടി അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ള മാസമാണ് പരിശുദ്ധ റമദാൻ മാസം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ റമദാൻ മാസത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഈ മാസത്തിൽ മറ്റുള്ള മാസങ്ങളെപ്പോലെ സാധാരണയായി കാണുന്നുണ്ട് എങ്കിൽ അവൻ്റെ അവസ്ഥ എന്താണ്? അവനെപ്പറ്റി എന്ത് പറയാനാണ്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജോലിക്കൊക്കെ പോകുന്ന ചില ആളുകൾ നോമ്പ് നോക്കാത്തവരുണ്ട്. അവർക്ക് കാരണം എന്താ? നമുക്ക് ജോലിക്ക് പോകണോ? ഈ ജോലിക്ക് പോയാലും അതിന് ഖളാ വീട്ടിൽ നിർബന്ധം നോമ്പല്ലേ, ആ നോമ്പിന് എന്നിട്ടും ഖളാ വീട്ടാത്തവരുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജോലിക്ക് പോകുന്നവർക്ക് അതൊന്നും ഇവിടെ എന്തില്ല. ജോലിക്ക് എപ്പോഴും പോകുന്നവർക്ക് നോമ്പ് ഖളാക്ക് ഇതൊന്നും കാരണമായിട്ട് വരുന്നില്ല.
അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പരിശുദ്ധ ദീൻ ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോന്നിനും ഓരോ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാൻ മാസം നല്ല നിലക്ക് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി നമ്മുടെ എല്ലാ മനസ്സ് ശുദ്ധിയാക്കി അള്ളാഹുലേക്ക് മടങ്ങണം. അള്ളാഹു നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ ദിക്റുകളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സലാത്തും മറ്റുള്ള എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് മരിച്ചവരൊക്കെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ രോഗിയായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ ഉമ്മയൊക്കെ രോഗിയാണ്. അള്ളാഹു തആല ഉമ്മേനൊക്കെ രോഗ്യം അള്ളാഹു തആല ശിഫയായി അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.